ഹലോ സ്റ്റുഡൻസ്, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ആണ്. ഫോർഫീച്ചർ ഓഫ് ഷെയർസ് മീൻസ് ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് എന്നർത്ഥം. ഷെയർസ് ക്യാൻസൽ ആവുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കമ്പനി ഇൻസ്റ്റാൾമെൻറ്റിലാണ് വിളിക്കുന്നത് വെച്ചാൽ ഓരോ കോൾസിനും ഓരോ പേരുണ്ട്. ഫസ്റ്റ് വൺ എന്താ അപ്ലിക്കേഷൻ മണി, സെക്കൻഡ് വൺ എന്താ അലോട്ട്മെൻറ്റ് മണി, തേർഡ് വൺ എന്ന് പറയുന്നത് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ സെക്കൻഡ് കോൾ വിളിക്കാം. അങ്ങനെ കോൾസ് പോവുക അല്ലേ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഷെയർ ഹോൾഡേഴ്സ് അലോട്ട്മെൻറ്റ് മണിയും ഫസ്റ്റ് കോളും അടയ്ക്കാതിരിക്കുന്ന ഒരു ടൈമില്ലേ, ആ ഒരു ടൈമിലാണ് ഈ ഷെയർസ് ഫോർഫീറ്റ് ചെയ്യുക. ആ ഷെയർ ഹോൾഡർമാരുടെ ഷെയർസ് ഫോർഫീറ്റ് ചെയ്യും, മീൻസ് അവരുടെ ഷെയർസ് ക്യാൻസൽ ചെയ്യും. ഈ ജേർണൽ എൻട്രിക്ക് തന്നെ ഒരു ഓൾട്ടർനേറ്റീവ് എൻട്രി ഉണ്ട്. അതെന്താ നോക്കിയാലോ നമുക്ക്. ഫസ്റ്റ് ഷെയർ ക്യാപിറ്റൽ തന്നെ നമ്മൾ ഡെബിറ്റ് ചെയ്യുക. എന്താണോ നമ്മൾ അവിടെ എത്ര എമൗണ്ട് ആണോ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെയും വരുന്നത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ്, അതായത് കോൾഡ് അപ്പ് എമൗണ്ട്. സെക്കൻഡ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് 2 ഫോർഫീറ്റഡ് ഷെയർസ് ആണ്. സെയിം തന്നെ നമ്മൾ അവിടെ നിന്ന് കോപ്പി പേസ്റ്റ് തന്നെ. പക്ഷെ തേർഡ് വൺ വരുന്നത് കോൾസ് ഇൻ അരിയേഴ്സ് ആണ്. കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ നേരത്തെ അലോട്ട്മെൻറ്റും കോൾസ് ചെയ്തില്ലേ, അതിന് പകരം നമ്മൾ കോൾസ് ഇൻ അരിയർ എന്നാണ് ഇവിടെ എഴുതുക. ഓക്കെ, ആ 2 എൻട്രി ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും ഒരു എൻട്രി ഫോളോ ചെയ്താൽ മതി. 2 എൻട്രി ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കാം. 1000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച് ആർ ഫോർഫീറ്റഡ് ഫോർ നോട്ട് പേയ്മെൻറ്റ് ഓഫ് ഫസ്റ്റ് കോൾ. അപ്ലിക്കേഷൻ 3 അലോട്ട്മെൻറ്റ് 3 ഫസ്റ്റ് കോൾ 2 ആൻഡ് ബാലൻസ് ഓൺ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം, എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്, ഫസ്റ്റ് കോള് പേ ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ ഫോർഫീറ്റ് ചെയ്യണം, ഷെയർസ് ഫോർഫീറ്റ് ചെയ്യണം. ആപ്ലിക്കേഷൻ 3യും അലോട്ട്മെൻറ്റ് 3യും പേ ചെയ്തിട്ടുണ്ട്, അതായത് 6 ആണ് പേ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് കോള് 2 പേ ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ബാലൻസ് ഓൺ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ എന്ന് പറയുന്നുണ്ട്. അതുപോലെ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ നോട്ട് മെയ്ഡ് എന്നും പറയുന്നുണ്ട്. അതായത് സെക്കൻഡ് ഫൈനൽ കോള് വിളിച്ചിട്ടില്ല, കോൾഡ് അപ്പിലോട്ട് സെക്കൻഡ് ഫൈനൽ കോള് വരത്തില്ല. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജേർണൽ എൻട്രി എഴുതിയാലോ. അത് ഞാൻ ജേർണൽ എൻട്രി എഴുതി വയ്ക്കാം, എന്നിട്ട് നമുക്ക് എമൗണ്ട് ഫില്ല് ചെയ്യാം. അപ്പോൾ ജേർണൽ എൻട്രി വരുന്നത് എങ്ങനെയാണ്, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് എഴുതണം. ഫസ്റ്റ് നമ്മൾ കോൾഡ് അപ്പ് എമൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അടുത്തത് എന്താ, ഫോർഫീറ്റഡ് ഷെയർസ്, 2 ഫോർഫീറ്റഡ് ഷെയർസ് മീൻസ് എമൗണ്ട് റിസീവ്ഡ്. ഓക്കെ, അടുത്തത് എന്താ വരുന്നത്, ഏത് കോളാണ് നമ്മൾ അടയ്ക്കാത്തത്, ഫസ്റ്റ് കോൾ. അപ്പോൾ ഫസ്റ്റ് കോളിൻ്റെ പേര് എഴുതുക, 2 ഷെയർ ഫസ്റ്റ് കോൾ. ഓക്കെ, ഫസ്റ്റ് എൻട്രി കഴിഞ്ഞ് ഇനി സെക്കൻഡ് എൻട്രി നോക്കാം. സെക്കൻഡ് എൻട്രി ഫസ്റ്റ് വൺ ഈസ് സെയിം തന്നെ, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ സെയിം തന്നെ. അതുപോലെ തന്നെ 2 ഫോർഫീറ്റഡ് ഷെയർസ്, അതും സെയിം തന്നെ. പക്ഷേ ലാസ്റ്റ് 2 ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോളിന് പകരം നമ്മൾ എന്ത് എഴുതണം, 2 കോൾസ് ഇൻ അരിയർ, 2 കോൾസ് ഇൻ അരിയർ. ഓക്കെ, ഇനി എമൗണ്ട് ഫില്ല് ചെയ്താലോ. ഫസ്റ്റ് ഷെയർ ക്യാപിറ്റലാണ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ നോട്ട് മെയ്ഡ്, അപ്പോൾ അത് എടുക്കാൻ പാടില്ല. ബാക്കി എല്ലാ കോൾസും കൂട്ടുക. ഏതൊക്കെ കോൾസ് വരിക, ആപ്ലിക്കേഷൻ 3 അലോട്ട്മെൻറ്റ് 3 ഫസ്റ്റ് കോൾ 2, 3 + 3 + 2 8. ഓക്കെ, അപ്പോൾ ആ 8 ആയിരിക്കും നമ്മുടെ ഷെയർ ക്യാപിറ്റലോട്ട് കോൾഡ് അപ്പിലോട്ട് വരിക. 1000 ഇക്വിറ്റി ഷെയർസ് ഇൻറ്റു 8, 1000 ഇൻറ്റു 8 8000. അപ്പോൾ അടുത്തതിലും 8000 അപ്പം തന്നെ ഫില്ല് ചെയ്തു. ഓൾട്ടർനേറ്റീവ് എൻട്രിയിൽ നിങ്ങൾ 8000 ഫില്ല് ചെയ്യുക. ഇതിൽ ഏതെങ്കിലും എൻട്രി എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് എന്താ, ഫോർഫീറ്റഡ് ഷെയർസ്. ഇവിടെ എന്താ പറയുന്നത്, ഫോർഫീറ്റഡ് ഷെയർസ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അവർ അടയ്ക്കാത്തത് ഫസ്റ്റ് കോൾ മാത്രമേ ഉള്ളൂ. നോട്ട് പേയ്മെൻറ്റ് ഓഫ് ഫസ്റ്റ് കോൾ എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ അടയ്ക്കാത്തത് ഫസ്റ്റ് കോൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അടച്ചത് ഏതായിരിക്കും, അപ്ലിക്കേഷനും അലോട്ട്മെൻറ്റും ആയിരിക്കും അടച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അപ്ലിക്കേഷൻ്റെ 3യും അലോട്ട്മെൻറ്റ് 3യും 6 ആയിരിക്കും എവിടെ വരുന്നത്, ഫോർഫീറ്റഡ് ഷെയർസിലോട്ട് വരുന്നത്. അപ്പോൾ ആ 2 എമൗണ്ടും അവിടെ 2 സ്ഥലത്തും ഫില്ല് ചെയ്യുക. 6000 എന്നുള്ളത് ഫില്ല് ചെയ്യാം. ഇനി നമ്മൾ ഏതാ ഫില്ല് ചെയ്യേണ്ടത്, ഫസ്റ്റ് കോള് അടയ്ക്കാത്തത്, കോൾസ് ഇൻ അരിയർ. കോൾസ് ഇൻ അരിയറിലും 2000 പോവും. അതുപോലെ തന്നെ ഫസ്റ്റ് ജേർണൽ എൻട്രിയിൽ 2 ഷെയർ ഫസ്റ്റ് കോളിലേക്കും 2000 പോവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഷെയർ ക്യാപിറ്റലോട്ട് എന്ത് പോവും, കോൾഡ് അപ്പ് പോവും, ഫോർഫിറ്റിലോട്ട് അടച്ചത് പോവും, അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോളിലോട്ട് കിട്ടാത്തത് പോവും. ഓൾട്ടർനേറ്റീവ് എൻട്രി എന്ന് പറയുമ്പോൾ ഷെയർ ക്യാപിറ്റലോട്ട് 8000, ഫോർഫിറ്റ് 6000, കോൾസ് ഇൻ അരിയർ 2000. ഇതിൽ ഏതെങ്കിലും ഒരു ജേർണൽ എൻട്രി നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ഇതിലെന്തെങ്കിലും കൺസെപ്റ്റ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക.
ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഫോർ ഫീച്ചർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് ആയിട്ട് പ്രീമിയം ചെയ്യാം. താങ്ക് യു.